ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കുന്ന സ്റ്റെഫി നല്ല ഒരുങ്ങി സുന്ദരിയായിട്ട് വരും കേട്ടോ. തലയിൽ തട്ടോ കേട്ടോ ഒരു പഞ്ചാബി ലുക്കിലാണ് വരുന്നത്. ഗംഗാപ്രസാദ് തലയിലൊക്കെ കെട്ടി ഒരു സിക്കുകാരൻ്റെ സ്റ്റൈലിൽ താടിയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗംഗ വിളിക്കാം മൃണാളിനി. അപ്പോൾ അവൾ തിരിഞ്ഞ് നോക്കുക കേട്ടോ. ഈ പേരാണ് നിനക്ക് ഞാൻ ഇട്ടിരിക്കുന്നത്, എൻ്റെ പേര് അർജുൻ സിംഗ്. ഗംഗ പറയുക, എടി ഇത് നമ്മുടെ ഒരു പരീക്ഷണം മാത്രമാണ്, ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പരീക്ഷണത്തിലേക്ക് പോവും. സ്റ്റെഫി പറയുവാണ്, ഈ വേഷം നിനക്ക് നല്ല പോലെ ചേരുന്നുണ്ട്. ഗംഗ പറയുക, പക്ഷേ ഏത് സമയത്തും ഏത് വേഷത്തിലും മാറണം. പോലീസ് ചെക്കിംഗ് വളരെ ശക്തമാണ്, നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണെന്ന് അത് മനസ്സിലാക്കണം. ഏത് നിമിഷവും മുന്നോട്ട് പോകാൻ മരണം നടന്നൊരു വീട്ടിലേക്ക് നമുക്ക് പോയാലേ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമോ. അവിടെയുള്ളവർ ഇപ്പോൾ പ്രതികാരം ചെയ്യാനുള്ളൊരു മൂഡിലൊന്നും ആയിരിക്കില്ല. അത് പ്രത്യേകം യൂട്ടിലൈസ് ചെയ്യണം. യുദ്ധമുണ്ടാകുമ്പോൾ എതിർപ്പാളയത്തിൽ ഒരുപാട് പേര് മരിച്ചു എന്ന് കരുതി വെറുതെ ഇരിക്കാൻ ശരിയാവില്ലല്ലോ. മരണം സംഭവിക്കുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ദുർബലരാകുന്നത്. ആ സമയത്ത് വേണം നമുക്ക് അവർ ചിന്തിക്കുന്നതിനും കരുത്താർജിക്കുന്നതിനും മുമ്പ് വേണം തിരിച്ചടി കൊടുത്തേക്കാൻ. അപ്പോൾ സ്റ്റെഫി പറയുക, എല്ലാം നീ പറയുന്നത് പോലെ എന്നെ ഒട്ടും മനസ്സിലാവില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പറയുക, ഗംഗ പറയുക, ഒട്ടുമില്ല, നമുക്ക് ധൈര്യമായി പുറത്തിറങ്ങാം. റിട്ടേർഡ് പട്ടാളക്കാരൻ്റെ വീടായതുകൊണ്ട് നമുക്കൊരു കുഴപ്പം ഉണ്ടാവില്ല. അയാളുടെ കെയർ ടേക്കർക്ക് നല്ല പൈസ കൊടുത്തത് കൊണ്ട് നമ്മളെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അന്വേഷിക്കത്തുമില്ല എന്ന് പറയുകയാണേ. എന്നിട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു സ്വിഫ്റ്റ് വൈറ്റ് കാറിൽ കയറി അങ്ങ് പോവുകയാണ്. വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റെഫി പറയുക, ചോദിക്കുക ഇവനോട്, എടാ ഇത് ആരുടെ കാറാണ്? ഗംഗ പറയാം, അതെനിക്കറിയത്തില്ല, ഈ കാറിൻ്റെ അവകാശി ഇപ്പം മൂക്കും ചതഞ്ഞ് ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. അപ്പോൾ സ്റ്റെഫി അങ്ങ് ചിരിച്ചിട്ട് പറയണേ, ആൾക്കാരുടെ മൂക്കിടിച്ച് ബോധം കെടുത്താൻ നിനക്ക് പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ ഗംഗ പറയുക, ഇതൊക്കെ കുട്ടിക്കാലം മുതൽ പരിശീലിച്ചത് കൊണ്ടാണ്. കാരണം ആരെങ്കിലും ഉപദ്രവിക്കുമ്പോൾ നമ്മൾ മർമ്മ നോക്കി ഉപദ്രവിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക്. അവർക്ക് കുറച്ച് ദിവസം അതിൻ്റെ ഒരു ഫ്രാക്ചേഴ്സ് ഉണ്ടാവും എന്ന് പറയുവാണേ. ഗംഗ പറയുവാണ്, നമ്മളെക്കാളും മാറിയാവുന്ന ഒരുത്തനുണ്ട്, ആംബുലൻസ് കിടന്ന് വീട്ടിൽ കയറിയവൻ കിരൺ, അവനെ മാത്രം നമ്മൾ സൂക്ഷിച്ചാൽ മതി എന്ന് പറയുന്നത്. ശരിക്കും ഗംഗയ്ക്കും സ്റ്റെഫിക്കും മാത്രമല്ല എല്ലാവർക്കും ശരിക്കും പേടിയുള്ള ഒരാളാണ് കിരൺ എന്ന് പറയുന്നത്. അതാണ് ഞാൻ കിരണുമായിട്ടൊരു ഫൈറ്റ് ഉണ്ടായ സമയത്ത് ഞാൻ വീണു പോയത്. കാരണം കിരണിന് കരാട്ടയും കളരിയൊക്കെ നല്ല വശമാണ്, കറക്റ്റായിട്ട് മർമ്മം അറിയാം. അതുകൊണ്ട് അവൻ്റെ മുമ്പിൽ പിടിച്ച് നിൽക്കാൻ കുറച്ച് പാടാണ്. നമ്മുടെ തമിഴ്നാട്ടിലുള്ള കരാട്ടെ കളരിക്കാരേക്കാളൊക്കെ സൂപ്പറാണ് ഇവിടെ ഉള്ളത്. അത് അവന് കറക്റ്റായിട്ട് നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നെ ഗംഗ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവരിങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ ഇതൊക്കെ സംസാരിക്കുന്നത്. ഇതേ സമയത്ത് റോഡിൽ പോലീസ് ചെക്കിങ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബൈക്ക് വന്നപ്പോൾ ഒരാൾ കൈ കാണിച്ചിട്ട്, പോലീസുകാരൻ കൈ കാണിച്ചിട്ട് നിർത്താൻ പറഞ്ഞു. അപ്പം നിർത്തിയിട്ട് നീ വണ്ടി അവിടെ ഒതുക്കി വെച്ചിട്ട് സാറിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ പോയിട്ട് ബുക്കും പേപ്പറൊക്കെ നോക്കുവാണ് കേട്ടോ. SI നോക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ഹെൽമെറ്റ് ഊരാൻ പറഞ്ഞു. അവൻ ഹെൽമെറ്റ് ഊരിയപ്പോൾ ഓക്കെ നീ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവനെ വിടുക. ആ സമയത്തേക്ക് നമ്മുടെ സ്റ്റെഫി കാണുവാണ് പോലീസ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ദേടാ പോലീസ് എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അങ്ങ് പോവാം. അപ്പോൾ പറയും, പോലീസ് പിടിക്കപ്പെട്ടല്ലോ. അങ്ങനെയൊന്നും പിടിക്കപ്പെടില്ല, ഇനി പിടിക്കപ്പെട്ട കയ്യിലായതുകൊണ്ടല്ലോ അത് കാണിച്ച് രക്ഷപ്പെടാമെന്നൊക്കെ പറയുവാണ്. അപ്പോൾ സ്റ്റെഫി ചോദിക്കുകയാടാ അതെപ്പോഴും നടക്കുന്ന കാര്യമാണ്, അല്ല എന്തായാലും പോയി നോക്കാമെന്ന് പറഞ്ഞ് അവരങ്ങ് മുന്നോട്ട് പോവുകയാണ്. ഗംഗ കാറ് നല്ല നോർമലായി ഓടിച്ചങ്ങ് പോകുമ്പോൾ പോലീസുകാരൻ കൈ കാണിക്കുന്നു. അപ്പോൾ ഗ്ലാസ് താത്തിയിട്ട് ഗംഗ ചോദിക്കുകയാണ്, ക്യാ ഹേ ബൈ സാബ് എന്ന് ചോദിക്കുമ്പോൾ നേരെ കോൺസ്റ്റബിൾ പറയും, സാറേ ഹിന്ദിക്കാരാണെന്ന് പറയുകയാണ്. അപ്പോൾ നേരെ SI വന്നിട്ട് അവരുടെ അടുത്തോട്ട് നോക്കുവാണേ. ഈ സീറ്റിൽ ഇരുന്ന ആളോട് ചോദിക്കുകയാണ്, എങ്ങോട്ടാ സിംഗെന്ന് ചോദിക്കുമ്പോൾ പറയണേ ഏ ക്യാബ് ബോല എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് സ്റ്റെഫീനെ നോക്കുന്നുണ്ട് ഗംഗ. അപ്പോൾ SI ചോദിക്കുകയാണ്, യുവർ ഗുഡ് നെയിം പ്ലീസ് എന്ന് പറയുവാണ്. ഗംഗ പറഞ്ഞു അർജുൻ സിംഗ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഗൗരവത്തിലിരിക്കുവാണേ. അപ്പോൾ സ്റ്റെഫിയെ നോക്കിയിട്ട് ഇങ്ങനെ SI ശരിക്കും നോക്കുന്നുണ്ട് കേട്ടോ. തുറച്ച് നോക്കിയതിന് ശേഷം അപ്പോൾ ഇവക്കും നല്ല ടെൻഷനുണ്ട്. എന്നിട്ട് ചോദിക്കുന്നത് ആൻഡ് യു എന്ന് ചോദിക്കുമ്പോൾ മൃണാളിനി ടാഗോർ എന്ന് സ്റ്റെഫി പറയുവാണേ. SIക്ക് എന്തോ ചെറിയ ഡൗട്ട് തോന്നിയിട്ട് യുവർ ഡ്രൈവിംഗ് ലൈസൻസ് പ്ലീസ് എന്ന് പറയുമ്പോൾ നേരെ ഇവൻ ഡ്രൈവിംഗ് ലൈസൻസ് തപ്പിയിട്ട് എടുത്ത് കൊടുക്കുവാണേ. ലൈസൻസ് നോക്കിയിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുവാണ് കേട്ടോ. സബ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങ് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഗംഗ ചോദിക്കുന്നത് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ആ ഒരു ഫേസ് അല്ല താടി ഫുള്ളും ചേഞ്ചായി. പിന്നെ അവനിങ്ങനെ ഇറങ്ങിപ്പുറപ്പെടണമെങ്കിൽ അവൻ്റെ ഡോക്യുമെൻറ്റ്സും അങ്ങനെ ആക്കിയായിരിക്കുമല്ലോ അവൻ ഇറങ്ങുന്നത്. എന്തായാലും പോലീസുകാർക്ക് അവനെ മനസ്സിലായില്ല. അച്ഛൻ ഇങ്ങനെ സോഫയിലങ്ങ് ചാരി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ കാദംബരിയോട് പ്രകാശൻ പറയാണ്, നേരെ കാർത്തികയും അമ്മയും ഒന്ന് വിളിച്ചെന്ന് പറയുകയാണ്. അപ്പോൾ
അങ്ങോട്ട് തിരികെ അവർ ദേ വരുന്നു അവരെന്ന് കാദംബരി പറയുവാണേ. പ്രകാശൻ കാർത്തിയോട് പറയണേ, മോളെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ദീപ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞ കാര്യം നിൻ്റെ കല്യാണം നടത്തണമെന്നതാണ്. അപ്പോൾ അത് നടത്തിയില്ലെങ്കിൽ അവളുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല എന്ന് പ്രകാശൻ പറയുവാണ്. കാർത്തിക പറയുവാണ്, അച്ഛാ മരണത്തിൻ്റെ ചടങ്ങുകളൊക്കെ കഴിയുന്നതിന് മുമ്പ് അത്തരം ചടങ്ങുകൾ പാടില്ല അച്ഛാ എന്ന് പറയുവാണ്. ആ സമയത്തേക്ക് പെട്ടെന്ന് ഒരു കാറ് വന്ന് നിൽക്കട്ടെ. കാറിൽ നിന്ന് ഇറങ്ങിയ കല്യാണിയും രൂപയും അകത്തേക്ക് വരുവാണ്. അപ്പോൾ രൂപ പറയുക, ഏത് നേരവും അച്ഛൻ്റെ കാര്യമാണ് പറയുന്നത്. നേരെ ആ മക്കളെന്നും പറഞ്ഞിട്ട് കല്യാണി കയറി പിടിക്കുവാണ് പ്രകാശൻ. അപ്പോൾ ഏത് നേരവും അച്ഛനെപ്പറ്റി പറഞ്ഞിട്ട് അച്ഛൻ കുടിക്കില്ല കഴിക്കില്ല അതൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയുകയാണ് കേട്ടോ രൂപ. അച്ഛന് കുഴപ്പമൊന്നുമില്ല മക്കളെ, എന്തായാലും മക്കൾ വന്ന് നന്നായി. അച്ഛനിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചും കുടിക്കുന്നൊക്കെ ഉണ്ട്, ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് പ്രകാശനെ. മോളെ ICUവിൽ ദീപ കിടന്ന സമയത്തേക്ക് കാർത്തിയുടെ കല്യാണം കാണണം എന്നത് അവളുടെ അവസാനത്തെ ആഗ്രഹമായിട്ട് പറഞ്ഞത് മോൾക്കറിയാമല്ലോ. എൻ്റെ കൈ പിടിച്ച് സത്യം ചെയ്യിച്ചത്. അവൾ മുറിവോടുകൂടി വീട്ടിൽ കിടന്നാലും കുഴപ്പമില്ല, കാർത്തിയമ്മയുടെ കല്യാണം കാണണം, അത് സാധിച്ചു തരണേ പ്രകാശേട്ടെന്നാൽ മാത്രമാണ് എന്നോട് ആവശ്യപ്പെട്ടതെന്ന് പറയുകയാണ്. അപ്പോൾ കല്യാണി പറയാം, അത് ശരിയാണച്ചാ. അപ്പോൾ ലക്ഷ്മിയമ്മ പറയുവാണ്, ഇങ്ങനൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് മോളെ ഇങ്ങനൊരു ചടങ്ങ് നടത്തുന്നതെന്ന് പറയുവാണ്. ലക്ഷ്മിയമ്മയ്ക്ക് മരണം കഴിഞ്ഞ് കുറച്ച് ദിവസം ആയുള്ളല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. കല്യാണി പറയുക, ചേച്ചിയുടെ വിവാഹം നടക്കണം. കാരണം ചേച്ചിയുടെ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുത്തൻ വീട്ടിനകത്ത് കയറി ഇതൊക്കെ നടത്തിയത്. അതുകൊണ്ട് അവരാഗ്രഹിക്കുന്നത് നടന്ന് കാണിച്ചു കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ട പ്രതികാരം എന്ന് കല്യാണി പറയുവാണ്. ആർത്തിയെ ചോദിക്കുക, കല്യാണി നീ എന്തൊക്കെയാണ് പറയുന്നത് പറയും ചേച്ചി ഇത് ഞാൻ പറയുന്നതല്ല, മരിച്ചുപോയ എൻ്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം അത് ചേച്ചി സാധിച്ചു തരണമെന്ന് കല്യാണി ആവശ്യപ്പെടുവാണ്. പ്രകാശൻ പറയാണ്, ഒരു മരിച്ച വീട്ടിൽ 41 ദിവസം കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചടങ്ങൊക്കെ നടത്താം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കാദംബരി പറയാം, അതേ ചേച്ചി, കാരണം മരിച്ചു പോയ അമ്മ ഇനി തിരിച്ചു വരില്ല, പക്ഷേ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം ചേച്ചി സാധിച്ചു കൊടുക്കണമെന്ന് പറയുവാണ്. രൂപ ലക്ഷ്മിയമ്മയോട് പറയണേ, ചേച്ചി പറഞ്ഞ് മോളെ സമ്മതിപ്പിക്കണം. കാരണം മോളുടെ കല്യാണം നടക്കണം. മോളുടെ പിന്നാലെ നടക്കുന്നവർ മോൾക്കൊരു അവകാശം കൂടിയുണ്ടെന്ന് അറിയട്ടെ, അതാണ് ചെയ്യേണ്ടത്. ഞാൻ എല്ലാവരോടായിട്ട് പറയണേ, എനിക്ക് സങ്കടത്തേക്കാൾ ഉപരി ഗംഗാപ്രസാദിനോടുള്ള ദേഷ്യം മാത്രമേ എൻ്റെ ഉള്ളിലുള്ളൂ എന്ന് കല്യാണി പറയട്ടോ. അത് ആ മുഖഭാവമൊക്കെ അങ്ങ് മാറുവാണ്. ഗംഗപ്രസാദിന് സങ്കടവും വിഷമവും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ മുന്നിൽ നിന്നതെല്ലാം നടത്താം, ചേച്ചി മാത്രം ഒന്ന് സമ്മതിച്ചാൽ മതി എന്ന് കല്യാണി പറയുവാണേ. ദിലീപ് നടന്നു വരുമ്പോൾ ദിലീപിൻ്റെ അച്ഛനങ്ങ് കയറി വരുവാണ്. അപ്പോൾ ദിലീപ് അമ്മയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദിലീപ് പറയുകയാണ്, കാർത്തികയുടെ അച്ഛൻ വിളിച്ചിരുന്നു, കല്യാണം ഉടനെ നടത്തണമെന്നാണ് പറഞ്ഞതെന്ന് പറയണം, 41 കഴിയുമ്പോൾ നടത്താമെന്നാണ് പറഞ്ഞിരിക്കണേന്ന് പറയുമ്പോൾ ദിലീപിൻ്റെ അച്ഛൻ പറയും, ഞാൻ കരുതി കുറച്ച് നാളത്തേക്ക് മാറ്റി വയ്ക്കുമെന്നാണ് എന്ന് പുള്ളി പറയുവാണേ. നിശ്ചയമില്ലാതെ കല്യാണം നടത്താമെന്നാണ് പറയുന്നത് എന്ന് ദിലീപ് അച്ഛനോടും അമ്മയോടും പറയുവാണ്. ICUവിൽ കിടക്കുമ്പോൾ കല്യാണിയുടെ അമ്മ ആവശ്യപ്പെട്ടതാണ് കല്യാണം നടത്തണം, അവർക്ക് എന്ത് സംഭവിച്ചാലും കല്യാണം നടത്തണമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ കല്യാണി എന്ത് പറഞ്ഞു മോനെ എന്ന് കല്യാണി അതിന് സമ്മതിക്കുമോ എന്നൊക്കെ അമ്മ ചോദിക്കുവാണ് കേട്ടോ. ദിലീപിൻ്റെ അമ്മ, കല്യാണിയുടെ അച്ഛനല്ലേ അമ്മ ഇത് പറഞ്ഞത്, അതുകൊണ്ട് കല്യാണിക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ദിലീപ് പറയുവാണ്. കാർത്തികയുടെ അമ്മയും അത്ര സമ്മതം മൂളിയിട്ടില്ല എന്നാണ് പറയുന്നതെന്ന് പറയുമ്പോൾ ദിലീപിൻ്റെ അച്ഛൻ പറയണം, അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കതുപോലെ ചെയ്യാം, ഒരു കുഴപ്പമില്ല എന്ന് പറയുവാണേ. അമ്മ പറയുക, നമുക്ക് എന്തായാലും പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടതല്ല, അതുകൊണ്ട് എന്തായാലും കല്യാണം നടത്തണം, പിന്നെ അപകടം പിന്നാലെ ഉണ്ട്, അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ ദിലീപ് പറയാം, അത് ഞാനും അച്ഛനും പറഞ്ഞതല്ലേ അമ്മേ, മിക്ക കുടുംബത്തിലും ഉണ്ടാവും കുടുംബം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരുത്തൻ, ആ ഒരു ഗണത്തിൽ പെട്ടവൻ തന്നെയാണ് ഇവനും. ദിലീപിൻ്റെ അച്ഛൻ പറയുകയാണേ, പിന്നെ എനിക്ക് അവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ദിലീപ് പറയുകയാണ്, നമുക്കും ഇങ്ങനൊരു ചെറിയൊരു കാര്യം കൊണ്ട് നല്ലൊരു ബന്ധം തട്ടിക്കളയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ദിലീപിൻ്റെ അച്ഛനും പറയുകയാണ്, ശരിയാണ്, എനിക്ക് അവരെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം അവരുടെ സ്വത്തും പണമൊന്നും അല്ല കേട്ടോ, പക്ഷെ അവരുടെ നല്ല കൾച്ചറുള്ളവരാണെന്ന്. അതെ അച്ഛാ, അവർ നല്ല ആൾക്കാരാണെന്ന് 1-2 തവണ ഞാൻ കാർത്തിയോട് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു. പിന്നെ അവളുടെ സംസാരം പെരുമാറ്റമൊക്കെ വെച്ചിട്ട്, പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഭീഷണിയുണ്ട്, അതിൻ്റെ ഒരു ഭയം ശരിക്കും ഉണ്ടെന്ന് പറയാം. അപ്പോൾ അമ്മ പറയുവാണ്, അതെ വീട്ടിലോട്ട് ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടൊക്കെ ആൾക്കാർ വരുമ്പോൾ ഇപ്പോൾ വീട്ടിൽ കയറ്റാൻ പേടിയാണ്, ഏത് ആൾക്കാരാണ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ. കല്യാണി നയനയെ കണ്ടിങ്ങനെ സംസാരിക്കട്ടെ, അമ്മയുടെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയുക, അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ കാർത്തി ചേച്ചിയുടെ കല്യാണം നടക്കണമെന്ന്, അപ്പോൾ അതുകൊണ്ട് നീ ആ സമയത്ത് നേരത്തെ മുൻകൂട്ടി വന്നേക്കണേ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ കല്യാണി പറയുക, നയനെ നീ എൻ്റെ അരികിലുണ്ടെങ്കിൽ എനിക്കൊരു ബലമാണ്, അതുകൊണ്ട് നീ എന്തായാലും എത്തിയേക്കണേ എന്ന് പറയുവാണ്. എൻ്റെ അമ്മ പോയതോടെ എൻ്റെ വലത് കരം നഷ്ടപ്പെടുന്നത് പോലെ ആയി എന്ന് പറയുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.